ഒരിക്കൽ കൂടി ചേരുന്നു. സൂരജ്, ചടങ്ങുകൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന് തോന്നുന്നു അല്ലേ? ചടങ്ങുകൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു. അതായത് ഒരു മേൽക്കബറും 4 അടിക്കബറുമായാണ് ഈ കബർ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് താഴത്തെ ഭാഗത്ത് 4 കുഴികൾ, അതിന് മുകളിൽ ഒരു വലിയ കുഴി, അങ്ങനെയാണ് അത്. ഒരു മുകളിൽ ഒരു മേൽക്കബറും താഴെ 4 അടിക്കബറും എന്നാണ് പറയുക. അങ്ങനെ 4 കൂട്ടുകാർക്കും അന്ത്യവിശ്രമത്തിനുള്ള ഇടമൊരുങ്ങിയിരിക്കുന്നു. മൈലാഞ്ചിയൊക്കെ ഇട്ട് മണവാട്ടിയായി പലകുറി വന്ന ആയിഷയാണ് മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിൽ ഇനി അന്ത്യവിശ്രമത്തിന് ഒരുങ്ങുന്നത്. ഈ ചടങ്ങുകൾ പൂർത്തിയായി നിരവധി പേരാണ്, അതായത് സുഹൃത്തുക്കളും സഹപാഠികളും അടക്കമുള്ള നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു നാടാകെ ഈ ഖബർ ഒരുക്കുന്ന സ്ഥലത്തേക്ക് എത്തി എന്ന് വേണം പറയാൻ, പള്ളിയുടെ ഖബറിലേക്ക് എത്തി എന്ന് വേണം പറയാൻ. നിരവധി ആളുകൾ, അത് 100 കണക്കിന് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. അല്പം മുമ്പ് വരെ മഴയായിരുന്നു, പക്ഷേ ഈ ഖബറടക്കുന്ന സമയത്ത് മഴ മാറി നിന്ന് പ്രകൃതിയും ഈ 4 കുട്ടികൾക്ക് യാത്രാമൊഴി ചൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സഹപാഠികളെ സംബന്ധിച്ച് ഈ മൃതദേഹം ഖബറിലേക്ക് എടുക്കുന്ന സമയത്ത് അവരെല്ലാവരും വളരെ വൈകാരികമായി തന്നെ പ്രതികരിക്കുകയായിരുന്നു. അവരെല്ലാവരും മാറി നിന്നൊക്കെ കരയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ ഭാഗത്തായി ഈ സഹപാഠികളിൽ പലരും മാറി നിന്ന് കരയുന്നു. അവരെ സംബന്ധിച്ച് വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെയൊക്കെ തന്നെ ഈ വിടവ് എങ്ങനെ നികത്താൻ കഴിയുമെന്നാണ്. ഓരോ സ്കൂളിലെ ക്ലാസ് മുറികളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ഥിരമായി ഓരോ ബെഞ്ചിൽ ഇന്ന സ്ഥലത്തൊക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഇനി ക്ലാസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ സ്ഥലത്ത് അവരില്ലാതാകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ മനോവിഷമം എത്രത്തോളമായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ പോലും അത് എത്രത്തോളം തീവ്രത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിലുപരി ഇവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് ഇന്നലെ സ്കൂളിലേക്ക് പരീക്ഷയ്ക്കായി പറഞ്ഞയച്ച ആളുകളാണ്. അതും പൊതിച്ചോറൊക്കെ കെട്ടി ഇവരെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. വൈകുന്നേരം സന്തോഷത്തോടു കൂടി ഈ കുട്ടികൾ മടങ്ങി വരുന്നതിന് കാത്താണ് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഇരുന്നത്. പക്ഷേ അവർക്ക് മുന്നിലേക്കാണ് ഇന്ന് രാവിലെ ഈ ചേതനയേറ്റ മൃതശരീരങ്ങൾ എത്തിയത്. ആയിഷയുടെ സഹോദരൻ
തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ അങ്ങനെ മരണത്തിലും വേർപിരിയാതെ 4 പേർ, നിദ ഫാത്തിമ, റിദ ഫാത്തിമ, MS ഐഷ, PA ഇർഫാന ഷെറിൻ, അങ്ങനെ മരണത്തിലും വേർപിരിയാതെ ആ 4 പ്രിയപ്പെട്ടവരും 4 കുരുന്നുകളും അവിടെ ഓർമ്മയാവുകയാണ്. ഖബറടക്ക ചടങ്ങുകൾ ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് അവർ 4 പേരും മരണത്തിലും വേർപിരിയാതെ മടങ്ങുന്നത്. ഈ രാവിലെ മുതൽ അല്ലെ ഇന്നലെ മുതൽ ഈ വാർത്തകൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾ, മനുഷ്യസ്നേഹികൾ, അവർക്കൊരു പക്ഷേ അവരുടെ വ്യക്തിജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ഉണ്ടായ ഒരു സങ്കടം പോലെ തന്നെയായിരിക്കും ഈ കുരുന്നുകളുടെ ഈ അകാലത്തിലെ വേർപാട് എന്നതിൽ സംശയമൊന്നുമില്ല. അവരുടെയൊക്കെ പ്രാർത്ഥനകളും ഈ കൂടി നിൽക്കുന്ന ആളുകൾ ഉറക്കെ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ അവരുടെ പ്രാർത്ഥനകൾ എവിടേക്കോ നിന്ന് അവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ കോടിക്കണക്കിന് പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിയാണ് ആ 4 പേരും ഓർമ്മകളിലേക്ക് മായുന്നത്. സൂരജ് സജി ഒരിക്കൽ കൂടി ചേരുന്നു അവിടെ നിന്ന്, ഖബർസ്ഥാനിൽ നിന്ന്. സൂരജ്, ചടങ്ങുകളൊക്കെ പൂർത്തിയായി അല്ലേ? വിജയകുമാർ, ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് പതിയെ പള്ളിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സഹപാഠികൾ എല്ലാവരും തന്നെ ഇവിടെ തന്നെ ഈ ഖബറിന് സമീപത്ത് തന്നെ നിൽക്കുകയാണ്. പലരും ഈ മാറി നിന്ന് വട്ടം കൂടി നിന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ആയിട്ടുള്ള കാഴ്ചകളാണ് വിജയകുമാർ നമുക്ക് ഇവിടെ കാണാനുള്ളത്. ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാവരും തിരികെ മടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കുടുംബത്തെയും സഹപാഠികളെയും നാട്ടുകാരെയും ഒക്കെ സംബന്ധിച്ച് ഇവരുടെ വിടവ് അത് അവർക്കിടയിൽ തന്നെ എക്കാലവും നിലനിൽക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഉണ്ടായ അപകടത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മാതാവുണ്ട്. ആ മാതാവിനെ സംബന്ധിച്ച് ഈ മകൾ വണ്ടി ഇടിക്കുന്നതും വണ്ടിക്ക് അടിയിൽപ്പെടുന്നതുമെല്ലാം ഈ മാതാവ് നേരിട്ട് കണ്ടതാണ്. അതിനുശേഷം അവർ ബോധരഹിതയാകുന്നു. പിന്നീട് ബോധം വരുന്ന സമയത്തെല്ലാം ആ വണ്ടിക്കടിയിൽ എൻ്റെ മകളുണ്ട്, ആ വണ്ടിക്കടിയിൽ എൻ്റെ മകളുണ്ട് എന്ന് ഈ ബോധം വരുന്ന സമയത്തെല്ലാം തന്നെ ഈ മാതാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ രക്ഷിതാക്കളൊക്കെ ഇനി എത്ര നാൾ ഇവരുടെ ഉള്ളിൽ നിന്ന് എത്ര നാളെടുത്താലും ഈ വേദന അവരിൽ നിന്ന് മായില്ല എന്നത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ സഹപാഠികളെ സംബന്ധിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിങ്കളാഴ്ചയൊക്കെ ഇനി ക്ലാസ്സിലേക്ക് മടങ്ങി ചെല്ലുന്ന സമയത്ത് ഇവരുടെ ഇരിപ്പിടങ്ങളുണ്ട്. ആ ഇരിപ്പിടങ്ങളിൽ ഈ 4 സുഹൃത്തുക്കൾ ഉണ്ടാകില്ല. അവരുടെ ആ വിടവ് എങ്ങനെ നികത്താൻ കഴിയുമെന്നത് സഹപാഠികൾക്ക് മുന്നിലും വലിയ നോവായി തന്നെ നിലനിൽക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ പള്ളിയിൽ ഈ ശവസംസ്കാരം നടന്ന ഖബറടക്കം നടന്ന മേഖലയിൽ നിൽക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാനാകുന്ന ഈ സഹപാഠികളുടെ കണ്ണുനീർ തന്നെയാണ്. അവർ പറയുന്നതും അത് തന്നെയാണ്. പല ഓർമ്മകളും ഈ സഹപാഠികൾക്ക് പങ്കുവെക്കാനുണ്ട്. കാരണം ഈ ഒരു കുട്ടിയെ സംബന്ധിച്ച് വീട്ടിൽ ചിലവഴിക്കുന്നതിനേക്കാൾ ഏറെ സമയം ചിലവഴിക്കുന്നത് ഈ സ്കൂളിലും ക്ലാസ് മുറിയിലുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ സഹപാഠികൾക്ക് ഇവരെക്കുറിച്ചുള്ള നിരവധി ഓർമ്മകളുണ്ട്. ആ ഓർമ്മകൾ അയവിറക്കിയാണ് ഈ സഹപാഠികളിൽ പലരും ഈ കണ്ണുനീരണിഞ്ഞ് ഇവിടെ വലിയ രീതിയിൽ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് എന്നും ഈ 7 സുഹൃത്തുക്കൾ ഒന്നിച്ച് നടന്നു പോകുന്നതും ഇവരുടെ വിശേഷവും കളിയും ചിരിയും തമാശയും ഒക്കെ കാണുന്നത് നാട്ടുകാരാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഈ 7 പേരുടെ സുഹൃത്ത് വലയം, ആ സുഹൃത്ത് വലയത്തിലെ 4 സുഹൃത്തുക്കളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം അത് നാട്ടുകാരിലും വലിയ ഒരു സങ്കടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഒരു എന്തായാലും കരിമ്പ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ഒരു കണ്ണീർ കടലായി മാറി. ആ കണ്ണീർ കടലാണ് ഇന്ന് നമ്മൾ കണ്ടത്. അത് ഈ പള്ളിയിലേക്ക് ഒഴുകി വരികയായിരുന്നു. രാവിലെ വീടുകളിൽ തളം കെട്ടി നിന്ന കണ്ണുനീർ തുള്ളികൾ അത് പിന്നീട് ഈ ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ പള്ളിയിലേക്ക് വരുന്നു, പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് വരുന്നു. അങ്ങനെ ഖബർസ്ഥാനിൽ ഒടുവിൽ നാട്ടുകാരെല്ലാവരും സംഘടിച്ചുകൊണ്ട് ഈ 4 സുഹൃത്തുക്കൾക്ക് യാത്രാമൊഴി നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യാത്രാമൊഴി നൽകുന്ന കാഴ്ചയാണ് കണ്ടത്. എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കുന്നു. ആളുകൾ എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പോൾ മടങ്ങുന്ന കാഴ്ചയാണ് വിജയകുമാർ കാണുന്നത്. ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്, അല്ലെങ്കിൽ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഏതാണ്ട് 11 മണിയോടെ തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായി.
ആ, ആ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് ആ മരണത്തിലും വേർപിരിയാതെ ആ, മടങ്ങിയ ആ പ്രിയപ്പെട്ട 4 പേർക്കും അന്തിമോപചാരം അർപ്പിച്ച് ഒരു പിടി അശ്രു പൂജകൾ അർപ്പിച്ച് അവർ മടങ്ങുകയാണ്. നേരത്തെ പള്ളിക്കുള്ളിൽ നടന്ന ചടങ്ങുകൾ, അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഏതാണ്ട് 10-15 മിനിറ്റ് മുമ്പായിരുന്നു നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഖബർസ്ഥാനിൽ ഖബറടക്ക ചടങ്ങുകൾ പൂർത്തിയായി. ആളുകൾ അവിടെ നിന്ന് നിറമിഴികളോടെ മടങ്ങുകയാണ്. എത്രയോ വലിയ ദുഃഖത്തോടെ ആയിരിക്കും ആ നാട്ടുകാരൊക്കെ അവരവരുടെ വീടുകളിലേക്ക് പോകുക. അവർക്ക് എത്രയോ പരിചയമുള്ള വീടുകളിലെ കുട്ടികൾ, നേരിട്ടറിയാവുന്ന ആ കുട്ടികൾ, സഹപാഠികളെ സംബന്ധിച്ച് എത്ര നാൾ കഴിഞ്ഞാലായിരിക്കും അവർ ഈ ആഘാതത്തിൽ നിന്ന് മോചിതരാവുക എന്ന് നമുക്കറിയില്ല. അവരുടെ കുടുംബാംഗങ്ങളുടെ കാര്യം നമ്മൾ പറയുന്നില്ല, കാരണം അവർക്ക് ഈ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് എങ്ങനെ എപ്പോൾ അവർക്ക് മടങ്ങി വരാൻ കഴിയുമെന്നറിയില്ല. അവരുടെ മാതാപിതാക്കളുടെ, ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ അവസ്ഥ. ഒരമ്മ ബോധരഹിതയായി ഇടയ്ക്ക് ബോധം വരുന്ന ഘട്ടത്തിൽ മകളെക്കുറിച്ച് പറയുന്നു, വീണ്ടും ബോധരഹിതയാവുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, എത്രയോ വിവരങ്ങളാണ് അവിടെ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നത്. നാട്ടുകാരവിടെ ഇപ്പോഴും കൂടി നിൽക്കുന്നുണ്ട്. പലരും അവിടെ നിന്ന് ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങി, പലരും ഇപ്പോഴും പ്രാർത്ഥനാ നിർഭരരായി അവിടെ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ് അവരോടൊക്കെ പറയുക, അവരെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കുക എന്ന് നമുക്കറിയില്ല. പരസ്പരം ആശ്വസിപ്പിച്ച് അവർ മടങ്ങുക എന്നതല്ലാതെ ഈ ഘട്ടത്തിൽ എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുമെന്നറിയില്ല. വീണ്ടും ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, ആ റോഡിൻ്റെ അവസ്ഥ, അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അടക്കം അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കി അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളോട് നീതി പുലർത്തുക എന്നത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. ഇനിയും ഇത്തരത്തിലുള്ള കാഴ്ചകൾ, ഇത്തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്നും എത്താതിരിക്കുക, നാട്ടുകാർക്ക് ഇത്തരം അവസ്ഥകളിലൂടെ അവരെ കടത്തിവിടാതിരിക്കുക എന്നതാണ് അധികാരികൾ ചെയ്യേണ്ടത്. അതിന് തക്ക നടപടികൾ, ഇടപെടലുകൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന ഇന്നലെ രോഷത്തോടെ അവർ പ്രതികരിച്ചു. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. ആ റോഡിൻ്റെ അവസ്ഥ, അവിടെ പൊലിഞ്ഞ ജീവനുകളുടെ അതിൻ്റെ വേദന പങ്കിട്ടുകൊണ്ടാണ് അവർ ഇന്നലെ സംസാരിച്ചത്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ ഈ മണിക്കൂറുകളിലെ ഇടപെടൽ കഴിയുമെന്ന് നമുക്ക് കരുതാം.